പാലക്കാട് ജില്ലയിൽ നാളെ ഗണേശോത്സവം നടക്കാൻ പോവുകയാണ്. പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാസവിദ്യാപീഠം എന്ന സ്കൂളിൽ മിനിയാന്ന് ഒരു ബോംബ് സ്ഫോടനം നടക്കുകയുണ്ടായി. ഒരു കുട്ടിക്കും ലീല എന്നും ഗോപാലകൃഷ്ണൻ എന്നും പേരുള്ള 2 മുതിർന്നവർക്കും പരിക്കേൽക്കുകയുണ്ടായി. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ RSSന്റെ നിയന്ത്രണത്തിലുള്ള ശാഖ നടക്കാറുള്ള ഈ സ്കൂളിൽ നിന്ന് പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ടൗണ്, അവിടെയാണ് മൂത്തന്തറയും വടക്കന്തറയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്, ഈ പാലക്കാട് നഗരത്തിലാണ്. ഈ സ്കൂളിൽ നിന്ന് മാരകമായ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയുണ്ടായി. ഇവിടുത്തെ പൊതുബോധം ഞെട്ടുകയോ ഇവിടെ ജീവിക്കുന്നതിനുള്ള ഭയം രേഖപ്പെടുത്തുകയോ ഈ സംഭവം വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുകയോ വാർത്തയാക്കപ്പെടുകയോ ചെയ്തില്ല. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേരളത്തെ വിളിക്കുന്നത് കേരളത്തിൻ്റെ പ്രകൃതി രമണീയത കൊണ്ടല്ല, മറിച്ച് പല സാഹചര്യങ്ങളിലും പടച്ചവൻ്റെ സഹായം കൊണ്ട്, ഇടപെടൽ കൊണ്ട് ഈ നാട് വലിയ വർഗീയ കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 21 വ്യാഴാഴ്ചയും സംഭവിച്ചത്. ഒരു ബോംബ് പൊട്ടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ഇത് പുറം ലോകം അറിയുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ നാളെ ഒരുപാട് നിരപരാധികൾ ഭീകരമായ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ഒരുപാട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയും ഒരുപാട് നിരപരാധികളായ മുസ്ലിമീങ്ങൾ വേട്ടയാടപ്പെടുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ പൊട്ടിക്കാൻ ഹിന്ദുത്വ ഭീകരർ ബോംബ് നിർമ്മിച്ചത്. മലപ്പുറത്ത് താനൂരിൽ, തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിന്ന് വട്ടച്ചിറ ശ്രീകാന്ത് എന്ന കാര്യവാഹകനെ കൊണ്ടുവന്ന് ബോംബ് നിർമ്മിച്ചപ്പോൾ സെപ്റ്റംബർ 6-നാണ് ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ശ്രീകാന്ത് കൊല്ലപ്പെടുന്നത്. സെപ്റ്റംബർ 8-നാണ് ആ വർഷം ശ്രീകൃഷ്ണ ജയന്തി നടക്കാനിരുന്നത്. അന്ന് അത് പൊട്ടിത്തെറിച്ചില്ലായിരുന്നുവെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന നിരപരാധികളായ കുഞ്ഞുമക്കളടക്കം വെണ്ണീറായി പോകുമായിരുന്നു. അത് മുസ്ലിമീങ്ങളുടെ തലയിലുമായനെ. കേരളം മുഴുവൻ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയ ഭാഗ്യം കൊണ്ടാണ് അന്ന് കേരളം രക്ഷപ്പെട്ടത്. ഇത് എൻ്റെ വാക്കുകളല്ല. അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉമ്മൻ കോശി സെപ്റ്റംബർ 19 നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു, അല്ലെങ്കിൽ മലപ്പുറം ജില്ല വർഗീയ കലാപത്തിൽ കത്തിയേരിയുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവർക്ക് സ്കൂളുകൾ ആയുധപ്പുരകളാണ്, ബോംബ് നിർമ്മാണ ഫാക്ടറികളാണ്. ഹിന്ദുക്കൾ പവിത്രത കൽപ്പിക്കുന്ന അമ്പലങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇവർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അമ്പലങ്ങളെയും ആഘോഷങ്ങളെയും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. ഹിന്ദു വിശ്വാസങ്ങൾക്ക്, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക്, ആചാരങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്തവരാണ് RSSകാർ. എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ ഓണത്തിന് വാമന ജയന്തി ആഘോഷിക്കുന്നവരാണിവർ. വിഗ്രഹങ്ങൾ തകർക്കുകയും അമ്പലത്തിലേക്ക് വിഗ്രഹങ്ങൾ തകർക്കുകയും അമ്പലത്തിലേക്ക് മനുഷ്യ വിസർജ്യം വലിച്ചെറിയുകയും ചെയ്തവരാണ് ഈ RSSകാർ. 2019 ഓഗസ്റ്റ് മാസത്തിൽ മലപ്പുറം വളാഞ്ചേരിയിൽ ക്ഷേത്രത്തിലെ വിഗ്രഹം തകർക്കുകയും മനുഷ്യ വിസർജ്യം വലിച്ചെറിയുകയും ചെയ്തതിന് അറസ്റ്റിലായത് എടയൂർ സ്വദേശി ശ്രീ രാമകൃഷ്ണനാണ്. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മൃഗീയതയും പൈശാചികതയും സമ്മേളിച്ച ഏറ്റവും ക്രൂരന്മാരാണ് RSSകാർ എന്ന് നമ്മൾ മറന്നു പോകരുത്. പിഞ്ച് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ വാട്ടർ ടാങ്കുകളിൽ പോലും വിഷം കലർത്തുകയാണ്. ഈ കഴിഞ്ഞ മാസം ജൂലൈയിലാണ് കർണാടകയിലെ ബെൽഗാവിയിൽ സർക്കാർ സ്കൂളിൽ ശ്രീരാമസേനക്കാർ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയത്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അവിടുത്തെ മുസ്ലിം പ്രിൻസിപ്പലിനെ മാറ്റുവാനും കുട്ടികൾ വിഷമേറ്റ് മരണപ്പെടുമ്പോൾ സുലൈമാൻ ഗോരി നായക് അറസ്റ്റ് ചെയ്യപ്പെടുകയും അതെ ഇസ്ലാമിക സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നിരപരാധികളായ കുഞ്ഞുങ്ങൾ, പിഞ്ചുമക്കൾ പഠിക്കുന്ന സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയ ക്രൂരന്മാരും നീചന്മാരുമാണ് RSSകാർ. അതേ സംഭവം തന്നെ ഓഗസ്റ്റിൽ തെലങ്കാനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ജയശങ്കർ ഭൂപൽ പള്ളിയിൽ, അതായത് അവിടുത്തെ ഒരു റെസിഡൻഷ്യൽ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ സയൻസ് അധ്യാപകനായ രാജേന്ദർ വിഷം കലർത്തി. രാജേന്ദ്രനെയും മറ്റ് സൂര്യപ്രകാശ്, രാജേശ്വരി എന്ന 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി.
ഇവിടെ വിദ്യാഭ്യാസമുള്ളവർ പോലും, RSSകാരുടെ വിദ്യാഭ്യാസമുള്ളവർ പോലും വിവേകമില്ലാത്തവരും സംസ്കാരശൂന്യന്മാരുമാണ്. മനുഷ്യത്വം തൊട്ടു നേടിയിട്ടില്ലാത്ത മൃഗീയതയും പൈശാചികതയും സമ്മേളിച്ച RSSകാർ നാട്ടിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ തിരഞ്ഞെടുത്തത് ഒരു വിദ്യാലയമാണ്. ആരും ഞെട്ടിയില്ല. പൊതുബോധം ഭയന്ന് വിറങ്ങലിച്ചില്ല. നിരപരാധികൾ കൊല്ലപ്പെടുകയും നിരപരാധികളായ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കുകയും പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്യുമായിരുന്ന ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ ആ സ്കൂള് അടയ്ക്കുമെന്നും അതിൻ്റെ NOC കട്ടാക്കുമെന്നുമൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദികളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും ഇതിന് കാത്ത് ഇവിടെ സ്ഫോടനമുണ്ടാകുവാനും ഭീകരാക്രമണം എന്ന പേരിൽ മുസ്ലിം സമുദായത്തെ വേട്ടയാടുവാനും പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചു നിന്ന മാധ്യമങ്ങൾക്കും RSSകാർ നിയമിച്ച 60% പോലീസുകാർക്കും മറ്റൊരവസരം ഇനി ഒരിക്കലും കിട്ടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.